എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ THDC ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്ഥിര നിയമനമാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ THDC ഇന്ത്യ ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി വരുന്നത്. ഇതിലേക്ക് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയർ ഓർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക ഏതാണെന്നും വേക്കൻസിയും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് എഞ്ചിനീയർ സിവിലാണ്. വേക്കൻസി 30 അൺറിസർവ്ഡ് 13, EWS 3, OBC 8, SC 4, ST 2. അടുത്തത് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. വേക്കൻസി 25 അൺറിസർവ്ഡ് 13, EWS 2, OBC 6, SC 3, ST 1. അടുത്തത് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ടോട്ടൽ വേക്കൻസി 20 അൺറിസർവ്ഡ് 9, EWS 2, OBC 5, SC 3, ST 1. അടുത്തത് എഞ്ചിനീയർ ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കലാണ്. വേക്കൻസി 7 അൺറിസർവ്ഡ് 4, EWS 1, OBC 1, SC 1. അടുത്തത് എഞ്ചിനീയർ എൻവയോൺമെൻ്റ് ആണ്. 8 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 3, EWS 1, OBC 2, SC 2. അടുത്തത് എഞ്ചിനീയർ മൈനിങ് ആണ്. 7 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് 4, OBC 1, SC 1, EWS 1. അടുത്തത് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. 15 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 7, EWS 1, OBC 4, SC 2, ST 1. അടുത്തത് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആണ്. 15 വേക്കൻസിയാണ്. അൺറിസർവ്ഡ് 7, EWS 1, OBC 4, SC 2, ST 1. ഗ്രൂപ്പ് ബിയിൽ വരുന്നത് എഞ്ചിനീയർ ഫോർ വിൻഡ് പവർ പ്രൊജക്റ്റ് ആണ്. 2 വേക്കൻസിയാണ്. 2 വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. PWBD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഓരോ പോസ്റ്റിനും വേണ്ട ക്വാളിഫിക്കേഷനും പ്രായപരിധിയും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സിവിൽ എഞ്ചിനീയർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ സിവിലാണ് വേണ്ടത്. കൂടാതെ കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ സിസ്റ്റം ആൻഡ് ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് ആണ്. കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്തത് എഞ്ചിനീയർ ജിയോളജി ആൻഡ് ജിയോ ടെക്നിക്കലാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം റെഗുലർ ഡിഗ്രി ഇൻ MSc ജിയോളജി അല്ലെങ്കിൽ MSc അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ MTech അപ്ലൈഡ് ജിയോളജി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MTech ഇൻ ജിയോളജിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ MTech ഇൻ എഞ്ചിനീയറിംഗ് ജിയോളജിയാണ് വേണ്ടത്. കുറഞ്ഞത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ എൻവയോൺമെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം BE ഓർ BTech വിത്ത് MTech ഇൻ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ആണ്. കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് എഞ്ചിനീയർ മൈനിങ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിഗ്രി ഇൻ മൈനിങ് എഞ്ചിനീയറിംഗ് കൂടാതെ വാലിഡ് ഫസ്റ്റ് ക്ലാസ് മാനേജേഴ്സ് സർട്ടിഫിക്കറ്റ് ഇൻ കോൾ ഫ്രം DGMS ആവശ്യമാണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം MBA വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് HR അല്ലെങ്കിൽ HRD അല്ലെങ്കിൽ HRM വിത്ത് 60% മാർക്കാണ്. ഇതല്ലെങ്കിൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ IR ഓർ ലേബർ വെൽഫെയർ വിത്ത് 60% മാർക്ക്. ഇതുമല്ലെങ്കിൽ മിനിമം 2 ഇയർ ഫുൾ ടൈം PG ഡിപ്ലോമ ഇൻ PM ആൻഡ് IR ഓർ ലേബർ വെൽഫെയർ വിത്ത് 60% മാർക്ക്. ഇതുമല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക് ഓർ MHROD ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് LLB ആണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്ത പോസ്റ്റ് എക്സിക്യൂട്ടീവ് ഫിനാൻസ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് CA ഓർ CMA ക്വാളിഫൈഡ് ആയിരിക്കണം. കൂടാതെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അടുത്തത് ഗ്രൂപ്പ് B പോസ്റ്റ് ആണ്. എഞ്ചിനീയർ ഫോർ വിൻഡ് പവർ പ്രൊജക്റ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം BE ഓർ BTech ഓർ BSc എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 30 വയസ്സ് വരെ. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC ST കാറ്റഗറിക്കും PWBD കാൻഡിഡേറ്റ്സിനും OBCക്കും റിസർവേഷനുണ്ട്. റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നുണ്ട്. എക്സാം മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും. സബ്ജക്ട്സ് വരുന്നത് പാർട്ട് 1 ജനറൽ അവെയർനെസ് ആണ്. പാർട്ട് 2 റീസണിംഗ് ആണ്. പാർട്ട് 3 വരുന്നത് കൺസേൺഡ് ഡിസിപ്ലിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാം സെൻറ്റർ വരുന്നത് ഡൽഹി, നോയിഡ, ഡെറാഡൂൺ, ലക്നൗ ആൻഡ് ഛത്തീസ്ഗഡ് ആണ്. കേരളത്തിൽ വരുന്നില്ല. ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം. ബേസിക് പേ വരുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 4 ഇയേഴ്സിന് ശേഷം പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. പ്രൊമോഷൻ ലഭിക്കുമ്പോഴത്തേക്കും ശമ്പളം 60,000 മുതൽ 1,80,000 വരെയായിട്ട് കൂടുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.thdc.co.in ആണ്. നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും ക്വിക്ക് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നും ക്വിക്ക് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് കരിയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ന്യൂ ജോബ് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം കിട്ടുന്നതാണ്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ തന്നെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മാർച്ച് 14 ആണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ THDCയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിവിധ എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലിയാണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.